ഈശോയുടെ നാമത്തിന് എന്നും മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആത്മകഥ നവമാലിക, അധ്യായം 1, പാർട്ട് 4. എൻ്റെ പ്രിയപ്പെട്ട തലതൊട്ടമ്മയെ ഞാൻ വളരെ സ്നേഹിച്ചിരുന്നു. എൻ്റെ ചുറ്റും നടന്ന സംഭവങ്ങളും പറഞ്ഞു കേട്ട വിവരങ്ങളുമെല്ലാം വളരെ സൂക്ഷ്മമായി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എങ്കിലും അതിൻ്റെ ഭാവമൊന്നും ഞാൻ വെളിപ്പെടുത്തിയിരുന്നില്ല. ഓരോ സംഗതിയെക്കുറിച്ചും അന്ന് ഞാൻ രൂപവൽക്കരിച്ചിരുന്ന അഭിപ്രായം ഇന്നത്തേത് തന്നെയാണെന്നത്രേ എനിക്ക് തോന്നുന്നത്. മരിയ ചേച്ചി സെലിൻ ചേച്ചിയെ പഠിപ്പിക്കുന്നതെല്ലാം അവൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണമെന്ന താല്പര്യത്തോടെ ഞാനും സശ്രദ്ധം ശ്രവിച്ചിരുന്നു. ചേച്ചി വിസിറ്റേഷൻ ബോർഡിംഗ് വിട്ട ശേഷം സെലിൻ ചേച്ചിയെ പഠിപ്പിച്ചിരുന്ന അവസരങ്ങളിൽ എനിക്കും മുറിയിൽ പ്രവേശനം അനുവദിക്കാൻ വേണ്ടി ഞാൻ വളരെ വിവേകപൂർവ്വം വർത്തിക്കുകയും അവരുടെ അഭീഷ്ടങ്ങളെല്ലാം അനുസരിക്കുകയും ചെയ്തിരുന്നു. തന്നിമിത്തം അവരെനിക്ക് ധാരാളം സമ്മാനങ്ങൾ തന്നിരുന്നു. അവയെല്ലാം തീരെ വില കുറഞ്ഞവയായിരുന്നെങ്കിലും എന്നെ അത്യന്തം ആനന്ദിപ്പിച്ചിരുന്നു. എൻ്റെ മൂത്ത സഹോദരിമാർ രണ്ടുപേരെയും കുറിച്ച് എനിക്ക് വളരെ അഭിമാനമുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ഇളം പ്രായത്തിൽ ആദർശമായി നിലകൊണ്ടിരുന്നത് പൗളിൻ ചേച്ചിയായിരുന്നു. ഞാൻ സംസാരിച്ചു തുടങ്ങിയതിന് ശേഷം നീ ആരെക്കുറിച്ചാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് അമ്മ ചോദിച്ചിരുന്നപ്പോഴൊക്കെയും എൻ്റെ മറുപടി പൗളിൻ ചേച്ചിയെക്കുറിച്ച് എന്നായിരുന്നു. വേറൊരവസരത്തിൽ എൻ്റെ കുഞ്ഞു വിരൽ തറയിൽ ഓടിച്ചുകൊണ്ട് ഞാൻ പൗളിൻ എന്ന് എഴുതുകയാണ് എന്ന് പറഞ്ഞു. പൗളിൻ തീർച്ചയായും കന്യാസ്ത്രീ ആകുമെന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിരുന്നു. അതിൻ്റെ സാരമെന്തെന്ന് ശരിയായി മനസ്സിലാക്കാതെ ഞാൻ വിചാരിച്ചിരുന്നു ഞാനും കന്യാസ്ത്രീ ആകുമെന്ന്. അതെൻ്റെ ആദ്യ സ്മരണകളിൽ ഒന്നാണ്. അനന്തരകാലത്തിൽ ആ നിശ്ചയത്തിന് വ്യത്യാസം വരുത്തിയിട്ടുമില്ല. എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, എന്നെ തൻ്റെ മണവാട്ടിയായി നിശ്ചയിക്കുവാൻ യേശു തിരഞ്ഞെടുത്തത് അമ്മയെ ആയിരുന്നു. അന്ന് അമ്മ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നുവെങ്കിലും നമ്മുടെ ആത്മാക്കൾ തമ്മിൽ ഒരു ഉറ്റ ബന്ധം ഉളവായി കഴിഞ്ഞിരുന്നു. അമ്മയായിരുന്നു എൻ്റെ ആദർശം. അമ്മയെപ്പോലെ ആകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അമ്മയുടെ മാതൃക തന്നെയാണ് 2 വയസ്സ് മുതൽ എൻ്റെ ഹൃദയത്തെ കന്യകമാരുടെ മണവാളൻ്റെ പക്കലേക്ക് ആകർഷിച്ചതും. എന്തെല്ലാം കോമള വിചാരങ്ങളാണ് അമ്മയെ അറിയിക്കുവാൻ എനിക്കുള്ളത്. പക്ഷേ ചെറുപുഷ്പത്തിൻ്റെ ചരിത്രമാണല്ലോ ഞാൻ തുടരേണ്ടിയിരിക്കുന്നത്. അവളുടെ സാമാന്യമായ ചരിത്രം പൂർണ്ണമായി ഞാൻ വിവരിക്കണമല്ലോ. പൗളിനുമായി എനിക്കുള്ള ബന്ധം വിശദമായി വിവരിക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ ശേഷമെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. എൻ്റെ പ്രിയപ്പെട്ട കൊച്ച് ലയോനി ചേച്ചിയും എൻ്റെ ഹൃദയത്തിൽ ഒരു നല്ല സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. ചേച്ചി എന്നെ അത്യന്തം സ്നേഹിച്ചിരുന്നു. കുടുംബാംഗങ്ങളെല്ലാവരും സായാഹ്ന സഞ്ചാരത്തിന് പോയിരുന്നപ്പോൾ എന്നെ കാത്തുകൊണ്ടിരുന്നത് ചേച്ചിയായിരുന്നു. എന്നെ ഉറക്കുവാൻ ചേച്ചി പാടിയിരുന്ന നേരിയ പല്ലവികൾ ഇന്നും എൻ്റെ കർണങ്ങളിൽ പ്രതിധ്വനിക്കുന്നത് പോലെ തോന്നുന്നു. എല്ലാ കാര്യങ്ങളിലും എന്നെ ആനന്ദിപ്പിക്കാനുള്ള മാർഗങ്ങൾ ചേച്ചി അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ ചേച്ചിയെ വേദനിപ്പിക്കുന്നത് എനിക്കും വ്യസനകരമായിരുന്നു. ചേച്ചിയുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം ഞാൻ നല്ലവണ്ണം ഓർമ്മിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചേച്ചി എന്നെ കൈകളിലെടുത്ത് പള്ളിമുറിയിലേക്ക് കൊണ്ടുപോയ അവസരം. എന്നെപ്പോലെ തന്നെ മുഴുവൻ വെള്ളവസ്ത്രം ധരിച്ചിരിക്കുന്ന മൂത്ത സഹോദരി എന്നെ എടുത്തുകൊണ്ടു പോയത് എനിക്ക് വളരെ കൗതുകകരമായിരുന്നു. അന്ന് രാത്രി എന്നെ നേരത്തെ കിടത്തി ഉറക്കി. കാരണം വലിയ മേശയ്ക്ക് ഇരിക്കുവാൻ ഞാൻ തീരെ കുഞ്ഞായിരുന്നു. എങ്കിലും അവസാനമായപ്പോൾ അപ്പച്ചൻ ഒരു കഷ്ണം കേക്ക് കൊണ്ടുവന്ന് കൊച്ചിറാണിക്ക് തന്നത് ഇപ്പോഴത്തെ പോലെ ഞാൻ ഓർമ്മിക്കുന്നു. പിറ്റേ ദിവസമോ ഏതാനും ദിവസങ്ങൾക്ക് ശേഷമോ ലയോനി ചേച്ചിയുടെ കൊച്ചു കൂട്ടുകാരിയുടെ വീട്ടിൽ അമ്മച്ചിക്കും ഒരുമിച്ച് നമ്മൾ പോകുകയുണ്ടായി. അന്നാണെന്ന് തോന്നുന്നു നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചി ഒരു മതിലിൻ്റെ മറവിൽ കൊണ്ടുപോയി നമ്മെ വീഞ്ഞു കുടിപ്പിച്ചത്. ആ നല്ല സ്ത്രീയുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതിരിക്കാനാണ് അമ്മച്ചി അങ്ങനെ ചെയ്തത്. നമുക്ക് യാതൊന്നും കുറയരുതെന്നും കരുതി. മാതൃഹൃദയത്തിൻ്റെ മസൃണത ആരും ഗൗനിക്കാത്ത എത്രയെത്ര വിശുദ്ധീകരണങ്ങളിലാണ് അതിൻ്റെ ആർദ്രത വഴിഞ്ഞു വീഴുന്നത്. എൻ്റെ ബാല്യകാലത്തെ സഖിയായ പ്രിയപ്പെട്ട സെലിൻ ചേച്ചിയെക്കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത്. എന്നെ സ്മരണകളുടെ ബാഹുല്യം നിമിത്തം ഏതെല്ലാമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നിർണയിക്കുക
വിഷമം തന്നെയാണ്. അങ്ങ് വിസിറ്റേഷൻ ബോർഡിങ്ങിൽ ഉണ്ടായിരുന്നപ്പോൾ അമ്മച്ചി എഴുതിയ കത്തുകളിൽ നിന്ന് ഏതാനും ഭാഗങ്ങൾ ഉദ്ധരിക്കാം. വിസ്താര ഭയം നിമിത്തം എല്ലാം ഞാൻ പകർത്തുന്നില്ല. 1873 ഞാൻ ജനിച്ച വർഷം ജൂലൈ 10-ാം തീയതി അമ്മച്ചി അങ്ങേക്ക് ഇങ്ങനെ എഴുതി: ആയ കൊച്ചുത്രേസ്യയെ വ്യാഴാഴ്ച ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൾക്കെപ്പോഴും ചിരി തന്നെയാണ്. കൊച്ചു സെലിനോടാണ് അവൾക്കെപ്പോഴും പ്രിയം. സെലിനെ കണ്ടാലുടൻ ചിരി തന്നെ ചിരി. ഉടനെ കളി തുടങ്ങാനാണ് ഭാവമെന്ന് ആരും പറയും. അതിനത്ര മാസം വേണ്ടി വരികയില്ല. അവളിപ്പോൾ കുഞ്ഞി കാലുകൾ നിവർത്തി എഴുന്നേറ്റ് ഒരു കൊച്ചു കുറ്റി പോലെ നിൽക്കും. അവൾ ഒട്ടും താമസിയാതെ നടന്നു തുടങ്ങുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അവൾ ഒരു നല്ല കൊച്ചായിരിക്കും. മികച്ച ബുദ്ധിസാമർഥ്യത്തിൻ്റെ ലക്ഷണം കാണുന്നുണ്ട്. മുഖഭാവം കണ്ടാൽ സ്വർഗഭാഗ്യത്തിനായി മുൻ നിശ്ചയം ചെയ്യപ്പെട്ട കുഞ്ഞാണെന്ന് തോന്നും. എന്നാൽ ആയയുടെ വീട്ടിൽ നിന്ന് മടങ്ങി വന്നതിൽ പിന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സെലിൻ ചേച്ചിയോട് എനിക്കുള്ള സവിശേഷമായ സ്നേഹം ഞാൻ പ്രകടിപ്പിച്ചു തുടങ്ങിയത്. ഞങ്ങൾ പരസ്പരം നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്നു. ചേച്ചിയേക്കാൾ കൂടുതൽ പ്രസരിപ്പും കൗശലവും എനിക്കായിരുന്നു എന്ന് മാത്രം. 3.5 വയസ്സിൻ്റെ കുറവുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഇരുവരും ഒരേ പ്രായമാണ് എന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. സെലിൻ ചേച്ചി എത്ര സൗമ്യശീലയും ഞാൻ എന്തൊരു കുസൃതിയുമായിരുന്നെന്ന് അങ്ങേക്ക് വെളിവാകുന്നതിന് അമ്മച്ചിയുടെ ഒരു കത്തിലെ ഒരു ഭാഗം ഉദ്ധരിക്കാം. എൻ്റെ കൊച്ചു സെലിന് സുഹൃത അഭ്യാസത്തിലേക്ക് ഒരു പ്രത്യേക ചായ്വുണ്ട്. അവളുടെ സ്വഭാവ പ്രകൃതി അതാണ്. അവളുടെ ആത്മാവ് നിഷ്കളങ്കമാണ്. തിന്മയെ അവൾ വെറുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ കീരിക്കുഞ്ഞിൻ്റെ കാര്യം എങ്ങനെയായിത്തീരുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അത് തീരെ കുഞ്ഞാണ്. വീണ്ടു വിചാരം എന്നത് അവൾക്ക് അശേഷമില്ല. സെലിനേക്കാൾ മികച്ച ബുദ്ധിസാമർഥ്യം അവൾക്കുണ്ട്. എങ്കിലും സൗമ്യത വളരെ കുറവാണ്. അവളുടെ ദുഷ്ഷാഠ്യത്തെ അമർത്തുക അസാധ്യമത്രേ. ഇല്ല എന്ന് ഒരിക്കൽ പറഞ്ഞു പോയാൽ പിന്നെ അവളെ പിന്തിരിപ്പിക്കാൻ യാതൊന്നിനും സാധ്യമല്ല. ദിവസം മുഴുവനും നിലവറയിലിട്ട് പൂട്ടിയാൽ അവിടെ കിടന്നുറങ്ങുകയല്ലാതെ ആട്ടെ എന്ന് അവൾ ഒരിക്കലും പറയുകയില്ല. എന്നിരുന്നാലും അവൾക്കൊരു സുവർണ ഹൃദയമുണ്ട്. അത്യന്തം ആർദ്രവും സരളയുമാണവൾ. മാപ്പു ചോദിക്കാൻ അവൾ എൻ്റെ അടുക്കൽ ഓടി വരുന്നത് കാണാൻ എന്ത് രസമാണെന്നോ. അമ്മച്ചി, സെലിൻ ചേച്ചിയെ ഞാനൊന്ന് തള്ളി, ഒന്ന് അടിച്ചു. ഇനി ഞാൻ അങ്ങനെ ചെയ്യുകയില്ല. എന്ത് ചെയ്താലും ഇതാണ് അവളുടെ പതിവ്. വ്യാഴാഴ്ച വൈകുന്നേരം തീവണ്ടി സ്റ്റേഷനിലരികിലൂടെ ഞങ്ങൾ സവാരി ചെയ്യുകയായിരുന്നു. വിശ്രമമുറിയിൽ കയറി പൗളിനെ അന്വേഷിക്കണമെന്ന് അവൾക്ക് വലിയ നിർബന്ധമായി. മുൻപിൽ കയറി ഒരു ഓട്ടം. എന്ത് കൗതുകമായിരുന്നു ആ പോക്ക്! എന്നാൽ തീവണ്ടി വഴി പൗളിനെ അന്വേഷിച്ചു പോകാതെ മടങ്ങണമെന്ന് വന്നപ്പോൾ അവൾ വഴി നീളെ കരച്ചിലായിരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യയെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ.